ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും. അപ്പോൾ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഇവയെപ്പറ്റി ഇവ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ജാതകത്തിൽ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഏത് ഗ്രഹങ്ങളുടേതാണ്, അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമോ പ്രതികൂലമോ ആയി മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ അവ ജാതകത്തിൽ ജാതക ചിന്തയിലൂടെ, ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാവും നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ സൂര്യനാണ്, ലഗ്നരാശ്യാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ആദ്യത്തെ 2 വാരം 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 12-ല് ജന്മരാശ്യാധിപൻ നിൽക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി കുറവ്, ആലസ്യം, ക്ഷീണം, ചിലർക്ക് അത് കർക്കിടക രാശിയിലും കൂടെ ആയതുകൊണ്ട് ജലജന്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ, ചിലർക്ക് ഹോസ്പിറ്റൽ വാസം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരം. അതിനാൽ ആദ്യത്തെ 2 വാരം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. 16 മുതൽ ആ സൂര്യൻ 12-ാം ഭാവരാശിയിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ്റെ തന്നെ രാശിയാണ്, ബലവാനാണ്. അപ്പോൾ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് അവസാനത്തെ 2 വാരം ആ ക്ലേശങ്ങളിൽ നിന്നൊക്കെ റിക്കവറി ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. ഇപ്പോൾ 2-ലൊക്കെ കേതു ഉള്ള സമയമാണ്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ആ കുജനുമൊക്കെ ആ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഇപ്പോൾ എന്തെങ്കിലും ദന്തസംബന്ധമായിട്ടോ കാഴ്ച സംബന്ധമായിട്ടോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അവസാനത്തെ 2 വാരം, അവസാനത്തെ വാരം. അതുപോലെ അഷ്ടമത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ 8-ൽ രാഹുവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം, ഡ്രൈവിങ്ങിലൊക്കെ ഒരു ജാഗ്രത വേണം. അതുപോലെ കഴിവതും റിസ്ക്കുള്ള വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ഇനി നമ്മൾ തൊഴിലിനെ പറ്റി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശുക്രൻ, ആ ശുക്രൻ ജന്മരാശിയിൽ, ലഗ്നരാശിയിൽ ഉണ്ട്. അതുപോലെ 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആ ജന്മരാശിയിൽ ശുക്രനുമായിട്ട് യോഗം ചെയ്യുന്നുണ്ട്. അതുപോലെ കർമ്മസ്ഥാനത്താണെങ്കിൽ കുജനും ഗുരുവൊക്കെ യോഗം ചെയ്യുന്ന സമയമാണ്, ഗുരുമംഗള യോഗം. അപ്പോൾ ആദ്യത്തെ 2 വാരം സൂര്യൻ 12-ലായതുകൊണ്ട് ചിലർക്ക് തൊഴിലിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ വർക്ക് ടെൻഷനൊക്കെ ആദ്യത്തെ 2 വാരം ഉണ്ടാകാം. എങ്കിലും 16 മുതൽ ആ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ അതിനുശേഷം മാറും. ഇപ്പോൾ തൊഴിൽ പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്ഥാനക്കയറ്റം, തൊഴിലിലെ മാറ്റമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. 10-ലെ ആ കുജനും ഗുരുവുമായിട്ടുള്ള യോഗം ഉള്ളതിനാൽ തൊഴിലിടത്തൊക്കെ ഒരു പ്രായോഗിക സ്കില്ല്, കാര്യക്ഷമത ഒക്കെ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായം ഉണ്ടാകാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. അതൊക്കെ തൊഴിലിൽ വിജയം ഉറപ്പാക്കാൻ കഴിയും. അവസാന വാരമൊക്കെ ആകുമ്പോൾ ശുക്രൻ ആ 2-ൽ, പ്രത്യേകിച്ച് 2-ലേക്ക് രാശി മാറുന്നു, ആ 26-ന്. അപ്പോൾ അത് ശുക്രൻ്റെ നീചരാശിയാണ്, കർമ്മഭാവാധിപൻ നീചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ അത് വർക്കിൽ ഒരു കെയർ അവസാനത്തെ വാരം ചിലപ്പോൾ വേണ്ടിവരും. എങ്കിൽ തന്നെയും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ
ആ ശുക്രനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടുള്ള തർക്കങ്ങൾ കഴിവതുമൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രമിക്കണം. അതേസമയം വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് 25 വരെ 9ാം ഭാവാധിപൻ, അതായത് കുജൻ, ചൊവ്വ 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. രവി 15 വരെ 12 സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ പൊതുവെ തൊഴിലവസരങ്ങളുണ്ടാക്കും. വിദേശത്ത് അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളുണ്ടാക്കും. ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്ക്, അതുപോലെ തന്നെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ധനച്ചെലവിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാർക്ക് 7ാം ഭാവാധിപൻ ശനി 7 തന്നെയാണ്, എങ്കിലും വക്രത്തിലാണ്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ, ബിസിനസ് ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലുണ്ട്. അപ്പോൾ പൊതുവെ ബിസിനസ്സിൽ തടസ്സങ്ങളൊക്കെ മാറും. ബിസിനസ്സിൽ ബിസിനസ് ആക്ടിവിറ്റിയിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും. കാരണം നിലവിലുള്ള തടസ്സങ്ങളൊക്കെ മാറും. കാരണം ശനി വക്രത്തിലാണ്. അപ്പോൾ എങ്കിൽ തന്നെയും ബിസിനസ്സിലെ ആക്ടിവിറ്റിയിലൊക്കെ മുന്നേറ്റം ഉണ്ടാകും. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധമുള്ള ഒരു ലാഭവർദ്ധനവ് ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. ഒന്നിലധികം ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനപ്പെട്ട ബിസിനസ്സിൽ ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ശനി വക്രത്തിലായതുകൊണ്ട് ബിസിനസ് പ്ലാനിലും തന്ത്രങ്ങളിലുമൊക്കെ മാറ്റം വരുത്തുന്നത് ബിസിനസ്സിൽ ഗുണം ചെയ്യും. അതുപോലെ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തർക്കം, ഇപ്പോൾ ബിസിനസ് മേഖലയിൽ പണി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിടത്ത് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകണം. സർക്കാർ കരാറുകൾ കിട്ടുന്നതിനുള്ള തടസ്സമൊക്കെ ഈ 16 കഴിയുമ്പോൾ മാറും. വിദേശ ബിസിനസ്സുകാർക്ക് പൊതുവെ നിലവിലെ സ്ഥിതി തുടരാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 4ഉം 5ഉം ഭാവാധിപന്മാരായിട്ടുള്ള കുജനും ഗുരുവും ഒക്കെ യോഗം ചെയ്ത് 10 നിൽക്കുന്ന സമയമാണ്. അതുപോലെ 16 മുതൽ സൂര്യൻ ജന്മരാശിയിൽ വരുന്നുണ്ട്. ശുക്രനും ബുധനുമായിട്ടുള്ള യോഗം ജന്മരാശിയിലുണ്ട്. അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ സാധ്യമാക്കും, പഠന മികവിന് വഴിയൊരുക്കും. ഇപ്പോൾ സർക്കാർ നടത്തുന്ന ഉയർന്ന പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്നവർക്ക് പൊതുവെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 16 മുതൽ സൂര്യൻ ജന്മരാശിയിൽ ബലവാനാണ്. അപ്പോൾ ഈ തലങ്ങളിലൊക്കെ കോഴ്സ് ചെയ്യുന്നവർക്കും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സുകൾ ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ പൊതുവെ അനുകൂല സമയമാണ്. ശുക്രനും ബുധനും ഒക്കെ യോഗം ചെയ്ത് ജന്മരാശിയിലുള്ള സമയമാണ്. അതുപോലെ ഗുരുമംഗള യോഗം, ബുധ ശുക്രയോഗം, ഇവയൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് വലിയ നേട്ടങ്ങൾ നൽകും. ചിലർക്ക് ശുക്രൻ്റെ ജന്മരാശിയിലെ സ്ഥിതിയും അതുപോലെ ആദ്യത്തെ 2 വാരം സൂര്യൻ്റെ 12 സ്ഥിതിയൊക്കെ പഠനത്തിലൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. ആദ്യത്തെ 2 വാരം അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനെ പ്രതീക്ഷിക്കുന്ന സ്കോർ ആദ്യത്തെ 2 വാരം സാധ്യമാക്കാൻ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കണം. അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരുന്ന സമയമാണ് ആദ്യത്തെ 2 വാരം. ഉന്നത വിദ്യാഭ്യാസം ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ യോഗം ഗുണം ചെയ്യും. വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ആ ബുധനാണെങ്കിൽ ജന്മരാശിയിലുണ്ട്. ബുധൻ 4 മുതൽ വക്രസ്ഥിതിയിലാണ്. സൂര്യൻ 12ലാണ്. 12ലും അത് ആഗസ്റ്റ് 15 വരെ സൂര്യൻ 12ലാണ്. രാഹു ആണെങ്കിൽ അഷ്ടമത്തിലാണ്. 2ലാണെങ്കിൽ കേതു ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ധനനേട്ടമൊക്കെ നമുക്ക് ഉണ്ടാകുമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധനനേട്ടം ഉണ്ടാകണമെന്നില്ല. പൊതുവേ ധനച്ചെലവ് കൂടുന്ന ഒരു മാസമായിട്ട് നമ്മൾ ആഗസ്റ്റ് മാസത്തെ കാണണം. അപ്പോൾ അതുകൊണ്ട് ഈ കൂറുകാർക്ക് കഴിവതും ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ അനാവശ്യ ചെലവ് കുറയ്ക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നു. യോഗകാരകനായിട്ടുള്ള കുജനും 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സാമ്പത്തിക ഞെരുക്കമൊക്കെ പരിഹരിക്കുന്നതിന്
അത് സഹായകമാണ് എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധമൊക്കെ നമ്മൾ കുടുംബജീവിതമൊക്കെ ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപൻ ശനി 7ലാണ്. 7ാം ഭാവാധിപൻ 7ലാണ്, പക്ഷെ വക്രത്തിലാണ്. അതുപോലെ ജന്മരാശിയിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 25 വരെ കുജനും രാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ബുധനും ശുക്രനും ഒക്കെ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം വിവാഹ ആലോചനകൾ ഉണ്ടാകാം, എങ്കിലും അവയിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വേഗത ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, രവിയുടെയൊക്കെ ദൃഷ്ടി 16 മുതൽ 7 വരുന്നുണ്ട്. അപ്പോൾ ശനിയും രവിയൊക്കെ പൊതുവെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ 7 ശനിയുണ്ട്, അവിടത്തേക്ക് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ 2 ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് ആ 7 വരുന്നത്. അത് പൊതുവെ ഗുണം കുറയും. വിവാഹം നിശ്ചയിച്ചിന് ചിലപ്പോൾ താമസങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 വാരം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അവർക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ആദ്യത്തെ 2 വാരം. ഇനി ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കഴിവതും വ്യക്തിത്വത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം. മാരിറ്റൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കഴിവതും ചർച്ച ചെയ്ത് അത് പരിഹരിച്ചു പോകാൻ ഈ കുറുകാർ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കണം. ശനിക്ക് 6ാം ഭാവാധിപത്യം കൂടെ ഉണ്ട് എന്നുള്ളതിനാൽ 16 മുതൽ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി 7 വരുന്നു എന്നുള്ളതിനാലും രവിയും ശനിയും ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളതിനാലും പൊതുവെ ദമ്പതിമാരുടെ ഭാഗത്ത് വളരെ ശ്രദ്ധ വേണം. അവരുടെ ഈഗോ പ്രശ്നങ്ങളൊക്കെ അവർ മാറ്റിവെക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണം, തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ അവർ ശ്രദ്ധ കൊടുത്ത് പോകണം. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ, കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2 കേതു അതുപോലെ ഉണ്ടെങ്കിൽ തന്നെയും 2 ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. ഗുരുവും കുജനും ഒക്കെ 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4ാം ഭാവാധിപനാണ് ആ കുജൻ. ഇപ്പം 4ാം ഭാവാധിപനായിട്ടുള്ള കുജനും 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വക്രശനി 4 ദൃഷ്ടി ചെയ്യുന്നു. എങ്കിലും ഗുരു ദൃഷ്ടി 2ലും 4ലും വരുന്ന സമയമായതുകൊണ്ട് കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. ഇപ്പോൾ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ആഗസ്റ്റ് 3, 4, 5, 18, 19, 22, 23, 31 ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കുറുകാർ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത്തരം സംരംഭങ്ങൾ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാന തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത്തരം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. ഇപ്പോൾ ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഇപ്പം ചിങ്ങക്കൂറും ചിങ്ങലഗ്നവും ഒന്നായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിങ്ങലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക. അങ്ങനെ കമ്പൈൻ ചെയ്ത് കേൾക്കുമ്പോൾ ആഗസ്റ്റ് മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടാൻ അത് സഹായകമാകും. മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.